Jmax ട്യൂബിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ പേര് ജോയ് തോമസ്. ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് ഇലുമിനാട്ടി. ഇലുമിനാട്ടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുക സാത്താനെ സേവിക്കുന്ന ഒരു ചെറിയ ഗ്രൂപ്പ് എന്നാണ്. പക്ഷേ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയാണെങ്കിൽ ഇത് ചെറിയ ഗ്രൂപ്പല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഫ്രഞ്ച് വിപ്ലവം മുതൽ പിന്നീട് അങ്ങോട്ട് പല രാജ്യങ്ങളും നടന്നിട്ടുള്ള വിപ്ലവങ്ങൾ, അതുപോലെ തന്നെ ആഭ്യന്തര യുദ്ധങ്ങൾ എല്ലാം തന്നെ ഇവരാണ് ഇതിൻ്റെ പിന്നിലെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എൻ്റെ ഈ വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ബട്ടന് തൊട്ടരികിലുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ വീഡിയോകളുടെ അപ്ഡേറ്റ് അപ്പോൾ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് സമയം കളയുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. 1776 മെയ് 1 ജർമ്മൻ ഫിലോസഫറായ ആദം വെർഷിപ്പ് സ്ഥാപിച്ച ഒരു സീക്രട്ട് സൊസൈറ്റിയാണ് ബവേറിയൻ ഇലുമിനാട്ടി അഥവാ ന്യൂ വേൾഡ് ഓർഡർ. ഇതിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഈ ലോകത്ത് ഓരോ ഒരു ഗവൺമെൻറ്, ഓരോ ഒരു ലീഡർ, ഓരോ ഒരു കറൻസി, ഓരോ ഒരു മതം, ഇതായിരുന്നു ലക്ഷ്യങ്ങൾ. ഇതെല്ലാം കൂടാതെ വേറെ ഒരു ലക്ഷ്യവും ഇവർക്ക് മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നു. അതായത് ഇവരുടെ മെമ്പേഴ്സ് എല്ലാം തന്നെ വളരെയധികം അറിവുള്ളവരായിരുന്നു. ഈ അറിവ് മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കുക എന്ന ഒരു ലക്ഷ്യം കൂടി ഇവർക്ക് മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നു. പിന്നീട് ഈ ലക്ഷ്യങ്ങളെല്ലാം തന്നെ കാറ്റിൽ പറപ്പിച്ചുകൊണ്ട് ഇവർ ഈശ്വരനെ വിട്ട് ലൂസിഫറിനെ ആരാധിക്കുന്ന ഒരു ഗ്രൂപ്പായി മാറുകയാണ് പിന്നീട് ഉണ്ടായത്. ബഫർമെൻറ്റ് അഥവാ ലൂസിഫറിനെയാണ് ഇവർ ആരാധിക്കുന്നത്. അതായത് ഇതിൻ്റെ മുഖം ആടിനെ പോലെയും ഉടൽ സ്ത്രീകളുടെ പോലെയും കൈകാലുകളെല്ലാം തന്നെ മൃഗങ്ങളുടെ പോലെയുമാണ്. പിന്നെ ഇവർ ഉപയോഗിക്കുന്ന സിമ്പിൾ എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് ഒരു ട്രയാങ്കിൾ, അതിന് നടുക്കിൽ ഒരു ഒറ്റക്കണ്ണ് പ്രദർശിപ്പിക്കുന്നത് കാണാം. ഈ കണ്ണ് മറ്റ് ആരുടെയുമല്ല, ലൂസിഫറിൻ്റെയാണ്. ഇതിനെ ഓൾ സീയിങ് ഐ എന്നുകൂടി ഇതിന് ഒരു വിളിപ്പേരുണ്ട്. ഇനി ഈ സീക്രട്ട് സൊസൈറ്റിയിൽ എങ്ങനെയാണ് മെമ്പർ ആവുക എന്ന് നമുക്ക് നോക്കാം. അതായത് ആരാണോ ഇതിൽ ചേരാൻ ആഗ്രഹിക്കുന്നത് ആ വ്യക്തിയുടെ ആത്മാവിനെ ലൂസിഫറിനെ കൊടുക്കുക അല്ലെങ്കിൽ സമർപ്പിക്കുക വഴി ഇതിലേക്ക് അംഗങ്ങളാകാൻ സാധിക്കും. കൂടാതെ ഗൂഗിളിൽ നിങ്ങൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഇലുമിനാട്ടി official.org എന്ന ഒരു വെബ്സൈറ്റ് നിങ്ങൾക്ക് ലഭ്യമാണ്. അതിൽ കൂടിയും നിങ്ങൾ പൈസ അടച്ചുകൊണ്ട് ഇതിൽ മെമ്പറാകാൻ നിങ്ങൾക്ക് സാധിക്കും. പക്ഷേ ഈ വെബ്സൈറ്റ് ഒഫീഷ്യൽ സൈറ്റ് ആണ് എന്നതിന് ഉറപ്പില്ല. കാരണം പൈസ അടച്ചുകൊണ്ട് ആത്മാവിനെ ലൂസിഫറിനേക്ക് കൊടുക്കുക എന്നത് അസാധ്യമാണ്. അതുകൊണ്ട് തന്നെ ഇത് ഒരു ഒഫീഷ്യൽ സൈറ്റ് ആണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവർ ചെയ്യുന്നതെല്ലാം തന്നെ വളരെ സീക്രട്ടായിട്ടാണ് ചെയ്യുന്നതെന്ന് നമുക്ക് അറിയാൻ സാധിക്കും. ഇവരുടെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ എല്ലാം തന്നെ വളരെ സീക്രട്ടാണ്. പിന്നെ എങ്ങനെയാണ് ഇവർ ഈ ലോകത്ത് വളരെയധികം പെട്ടെന്ന് വ്യാപിക്കുന്നത്, എങ്ങനെയാണ് ഇവർക്ക് അംഗങ്ങൾ അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഈ ലോകത്തിലെ പല ലോക രാഷ്ട്ര തലവന്മാരും അതുപോലെ തന്നെ ഹോളിവുഡ്, ബോളിവുഡ്, അതുപോലെ പോപ്പ് സംഗീതജ്ഞന്മാർ എല്ലാം തന്നെ വളരെ കുറച്ച് സമയം കൊണ്ട് വളരെ ഉന്നതിയിലെത്തുന്ന എല്ലാവരും തന്നെ ഇതിൻ്റെ മെമ്പേഴ്സ് ആണ് എന്ന് നമുക്കറിയാൻ സാധിക്കുന്നത്. അങ്ങനെ ഇവർ അഭിനയിക്കുന്ന ഫിലിമുകൾ, സീരിയലുകൾ, അതുപോലെ തന്നെ സംഗീത പരിപാടികൾ, മീറ്റിങ്ങുകൾ, പ്രസംഗങ്ങൾ, ഇവയിൽ എല്ലാം തന്നെ ഇവർ കൈകൾ കൊണ്ട് പല രീതിയിലുള്ള സിമ്പിൾസ് കാണിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഒറ്റക്കണ്ണ് പ്രദർശിപ്പിക്കുന്നതും ഇലുമിനാട്ടിയുടെ സിമ്പിൾസാണ്. അങ്ങനെ ഈ കാണിക്കുന്ന സിമ്പിളുകളെല്ലാം തന്നെ ഒരു സാധാരണക്കാരൻ്റെ മനസ്സിൽ അവൻ അറിയാതെ തന്നെ അവൻ്റെ ഉപബോധ മനസ്സിൽ സേവായി വയ്ക്കുന്നു. അങ്ങനെ ഒരു മൈൻഡ് കൺട്രോളിങ് പ്രോഗ്രാമിലൂടെയാണ് അവർ ഇവരിലേക്ക്, ഈ ഇലുമിനാട്ടിയിലേക്ക് അടുപ്പിക്കുന്നത്. നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ ഒരു പ്രത്യേകതയാണ് ശരിയും തെറ്റും തിരിച്ചറിയാൻ കഴിവില്ല എന്നുള്ള ഒരു കാര്യം. കൂടാതെ ഇവരുടെ ഒരു പ്രവർത്തന രീതി തന്നെ നോക്കിയാൽ മനസ്സിലാകും. അതായത് ശരിയെ തെറ്റും, തെറ്റിനെ ശരിയുമായി ചിത്രീകരിക്കുന്ന രീതിയിലാണ് ഇവരുടെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടക്കുന്നത്. അതുപോലെ തന്നെ ഇവരിലേക്ക് മെമ്പേഴ്സ് ആയി കഴിഞ്ഞാൽ ഇവർ ആ വ്യക്തി വിചാരിക്കുന്ന രീതിയിലുള്ള ജീവിത സുഖവും സൗഖ്യവും സമ്പത്തും എല്ലാം തന്നെ ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ള ഒരു കാര്യവും കൂടിയാകുമ്പോൾ ഇവരിലേക്ക് ധാരാളമായി മെമ്പേഴ്സിനെ ഇവർക്ക് ലഭിക്കുന്നു. കൂടാതെ പല വലിയ സിനിമ നിർമ്മാണ കമ്പനികളും കൂടാതെ TV ചാനലുകളും എല്ലാം തന്നെ ഇവരുടെ കൺട്രോളിലാണ് എന്നുള്ളത് തന്നെ ഇതിലേക്കുള്ള ഒരു ആക്കം കൂട്ടുകയാണ് ചെയ്യുന്നത്. പിന്നീട് ഫ്രഞ്ച് വിപ്ലവം മുതൽ പിന്നീട് അങ്ങോട്ട് പല രാജ്യങ്ങളിലും ഉണ്ടായിട്ടുള്ള ആഭ്യന്തര യുദ്ധങ്ങൾ വരെ ഇവരാണ് ഇതിൻ്റെ കാരണക്കാർ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കൂടാതെ അവിടുത്തെ ജനങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി വരുന്ന വ്യക്തികളും ഇവർ തന്നെയാണ് എന്നുള്ളതാണ്. അമേരിക്കയിലെ ട്വിൻ ടവർ
തകർക്കപ്പെടും എന്നുള്ള കാര്യം ഇലുമിനാട്ടി മെമ്പേഴ്സിന് വളരെ മുമ്പ് തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ് എന്ന് ഞാൻ തെളിയിക്കുന്നതാണ്. അതായത് അമേരിക്കയിലെ $20 കറൻസി ട്രയാങ്കിൾ രീതിയിൽ മടക്കുകയാണെങ്കിൽ ട്വിൻ ടവർ നിന്ന് കത്തുന്ന പുക അതിൽ നിന്ന് വരുന്നതെല്ലാം തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ $1 $1 കറൻസി ട്രയാങ്കിൾ കാണുന്നതും സാധിക്കുന്നു. അതായത് ഈ ട്രയാങ്കിൾ വേറെ ഒന്നുമല്ല ഇലുമിനാട്ടിയുടെ ഒരു സിമ്പിൾ തന്നെയാണ്. വിദേശ രാജ്യങ്ങളിൽ ലൂസിഫറിനെ പബ്ലിക്കായി ആരാധിക്കുന്ന പല പള്ളികളും അവിടെ നിർമ്മിച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇവിടെ മുകളിൽ കാണിക്കുന്നത് അതുപോലെയുള്ള ഒരു പള്ളിയാണ്. അതായത് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ഈ വ്യക്തിയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇദ്ദേഹം ഒരു ക്രിസ്തീയ മതവിശ്വാസിയായിരുന്നു. പിന്നീട് ലൂസിഫറിനെ ആരാധിച്ചതിന് ശേഷം ഇയാൾ വിചാരിച്ച രീതിയിലുള്ള സമ്പത്തും പ്രശസ്തിയുമെല്ലാം വന്നു ചേർന്നു എന്ന് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആളുടെ രാജ്യത്തിന് പുറത്തും ഇത്തരത്തിലുള്ള പള്ളികൾ പണിയും എന്ന് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. നമ്മളെ ബോളിവുഡിലെ പല ആക്ടേഴ്സും അതുപോലെ തന്നെ പോപ്പ് ഗായകന്മാരും എല്ലാം തന്നെ ഇതിൻ്റെ മെമ്പേഴ്സാണ് എന്നതിനുള്ള തെളിവുകൾ നമുക്ക് വളരെയധികം കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇന്ത്യയിൽ തന്നെ പ്രശസ്തമായ ഒരു ഹിന്ദി ചാനലിൽ നടന്നു വരുന്ന ഒരു റിയാലിറ്റി ഷോയും ഇത് തന്നെയാണ് കാണിക്കുന്നത്. ഇതിൽ നടക്കുന്ന പല എപ്പിസോഡുകളിലും കാര്യങ്ങളിലും ഇലുമിനാട്ടിയുടെ ആചാരങ്ങൾ അതേപടി ഇതിൽ കാണിക്കുന്നത് കാണാൻ സാധിക്കും. ഇതിൻ്റെ വീഡിയോസ് ഞാൻ ഇവിടെ കാണിക്കാൻ എനിക്ക് സാധ്യമല്ല, കാരണം ഇതിൻ്റെ കോപ്പിറൈറ്റ്സ് പ്രശ്നമുള്ളതുകൊണ്ട് ഞാനിത് കാണിക്കുന്നില്ല. ഇതിൻ്റെ ചിത്രങ്ങളും വീഡിയോകളെല്ലാം തന്നെ നിങ്ങൾക്ക് യൂട്യൂബിലും ഇൻ്റർനെറ്റിലും വരുത്തി കഴിഞ്ഞാൽ കിട്ടാവുന്നതാണ്. നമ്മുടെ ഈ കൊച്ചു കേരളത്തിലും ഈ ഇലുമിനാട്ടിയുടെ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് വിമുക്തമല്ല എന്ന് കാണിക്കുന്ന കാര്യമാണ് ട്രിവാൻഡ്രത്തിന് അടുത്തുള്ള ഒരു സ്ഥലത്ത് ഒരു വീട്ടിലെ 3 അംഗങ്ങളുടെ ദാരുണമായ കൂട്ടുകൊല. ഈ കൂട്ടുകൊല നടത്തിയത് ആ വീട്ടിൽ തന്നെ ഒരു മെമ്പേഴ്സാണ്. അതായത് ഈ ഇലുമിനാട്ടിയിലെ ഒരു പ്രത്യേക ഒരു ആചാരമാണ് മനുഷ്യക്കുരുതി, അതായത് മനുഷ്യനെ ബലി കഴിക്കുന്ന ഒരു പരിപാടി. സത്യത്തിൽ ഈ കാര്യങ്ങൾ അവർ 3 സമയങ്ങളാണ് ഇത് ചെയ്യുന്നത്. 1 ക്രിസ്മസ് ദിവസങ്ങളിലും, 2 ഹാലോവീൻ നാളുകളിലും, 3-മതായി പുതിയ ഒരു മെമ്പേഴ്സ് ഇവരിൽ ജോയിൻ ചെയ്യുമ്പോഴുമാണ് ഇത് നടക്കുന്നത്. സാധാരണ ആരാണോ ഇത് ജോയിൻ ചെയ്യാൻ വരുന്നത് അവരുടെ ഏറ്റവും അടുത്ത കുടുംബങ്ങളിലെ ആരെങ്കിലും ആയിരിക്കും കുരുതി കൊടുക്കുക. അതുതന്നെയാണ് ഇവിടെ നടന്നതെന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. ഇതുകൂടാതെ ഡാർക്ക് വെബ് ആണ് ഇവർക്ക് വളരെ അധികം വളർന്നു വലുതാവാൻ പറ്റിയ സാഹചര്യം ഒരുക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഡാർക്ക് വെബിനെ കുറിച്ച് ഞാൻ ഇതിനു മുൻപ് ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ ലിങ്ക് എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. വേണമെന്നുള്ളവർക്ക് അത് കാണാവുന്നതാണ്. ഞാൻ ചെറുതായി ഒന്ന് ഡാർക്ക് വെബിനെ ഒന്ന് വിവരിക്കാം. അതായത് സാധാരണ സെർച്ച് എഞ്ചിനുകളായ യൂട്യൂബ് ബ്രൗസർ, മോസില്ല, അതുപോലെ തന്നെ ഗൂഗിൾ ക്രോം ഇവ ഉപയോഗിച്ച് ഈ ഡാർക്ക് വെബിലേക്ക് എത്തിപ്പെടുവാൻ സാധ്യമല്ല. ഇതിനു വേണ്ടി വേറെ ഒരു സെർച്ചിനെയാണ് ഉപയോഗിക്കുന്നത്. അതായത് ടോർ ബ്രൗസർ പോലെയുള്ള സെർച്ച് എഞ്ചിനുകളാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരും പെട്ടെന്ന് തന്നെ കടന്നു ചെല്ലാൻ സാധിക്കുന്ന ഒരു സ്ഥലമല്ല ഇത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് വരുന്ന വീഡിയോകളാണ് ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവരുടെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ എല്ലാം തന്നെ ഈ ഡാർക്ക് വെബിൽ നിന്നാണ് നമുക്ക് കൂടുതൽ ലഭിച്ചിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ അടിച്ചു നോക്കിയാൽ തന്നെ വളരെയധികം വീഡിയോസ് നമുക്ക് ഈ ഇലുമിനാട്ടിയെക്കുറിച്ച് കാണാൻ സാധിക്കും. ഈശ്വരനെ വിട്ട് ലൂസിഫറിനെ ആരാധിക്കുന്ന വഴി നിങ്ങൾ വിചാരിച്ച രീതിയിലുള്ള ഒരു ജീവിതവും സമ്പത്തും പ്രശസ്തിയുമെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പക്ഷേ ഇത് ശരിയാണോ? അഥവാ ഇത് ശരിയാണെങ്കിൽ തന്നെ ഇത് ചെയ്യുന്നത് ശരിയാണോ എന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുക. നിങ്ങളുടെ മറുപടിയും എല്ലാം തന്നെ ഞാൻ എൻ്റെ ഈ വീഡിയോൻ്റെ താഴെ പ്രതീക്ഷിക്കുന്നു. ഞാൻ ഒരു കാരണവശാലും ഇലുമിനാട്ടിയെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ വിജ്ഞാനപ്രദമായ പല വീഡിയോകളുമായി ഞാൻ ഇനിയും വരും. അതുവരേക്കും ഗുഡ് ബൈ.